നമ്മുടെ വീടുകളിൽ എപ്പോഴും കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന മിക്കവാറും ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും പ്രഷർ കുക്കർ. പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റെയിൻസും കറയൊക്കെ ഉണ്ടാവില്ലേ. എൻ്റെ പ്രഷർ കുക്കറിലും ചെറുതായിട്ട് സ്റ്റെയിൻസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ സ്റ്റെയിൻസ് മാറ്റാനുള്ള എളുപ്പ വഴികളാണ് നോക്കുന്നത്. അതിനു മുമ്പായിട്ട് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി എന്തൊക്കെയാണ് വഴികളെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മുടെ ആ കുക്കർ, സ്റ്റെയിൻസുള്ള കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മുടെ വിനെഗർ എടുത്ത് നമുക്ക് 1 കപ്പ് വിനെഗർ എടുത്ത് അതിലേക്ക് ഒഴിക്കുക. ഇനി നിറയെ വെള്ളം ഒഴിക്കുക. ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിറയെ വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചങ്ങോട്ട് വെച്ച് ഓവർനൈറ്റ് വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതങ്ങനെ കുറച്ച് ഡിഷ് വാഷർ ഉപയോഗിച്ച് സ്ക്രബ് ഉപയോഗിച്ച് നല്ല വൃത്തിയായി കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ നല്ല ക്ലീനായി കിട്ടും. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ടില്ലേ? ഇനി നമുക്ക് അടുത്ത വഴി എന്താണെന്ന് നോക്കാം. ഇതും വളരെ എളുപ്പമാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം കുക്കറിനെ ഗ്യാസിൽ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് കുറവല്ല, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതായത് സ്റ്റെയിൻസിലിൻ്റെ കുറച്ച് മുകളിലേക്ക്. ഇനി നമ്മുടെ ബേക്കിംഗ് സോഡ കുറേ ക്ലീനിങ് ഏജൻറ്റായി ഉപയോഗിക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ എടുത്ത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്ത് അതിലിടുക. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായി അടച്ച് വെച്ചിട്ടുണ്ട്. അത് വേഗം തിളയ്ക്കാനാണ്. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ ചെറിയ തീയിൽ അതിനെ ഒന്ന് തിളപ്പിക്കുക. ചൂടാറാൻ വയ്ക്കുക. അപ്പോൾ ചൂടാറി വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ ഡിഷ് വാഷർ ഉപയോഗിച്ച് കഴുകുക. ചൂടോടുകൂടി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടാറിയതിന് ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് കഴുകിയെടുത്താൽ മതി. സ്റ്റീൽ സ്ക്രബ് ഉപയോഗിച്ചാണ് ഞാൻ കഴുകുന്നത്. നന്നായി ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതാ വൃത്തിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സ്റ്റെയിൻസൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് വീക്കിലി വൺസൊക്കെ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് കഴുകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കുക്കർ വൃത്തിയായിരിക്കും. ഇനി നമുക്ക് അടുത്ത വഴി എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് എഗെയിൻ കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വെള്ളം ഒഴിക്കുക. അതേപോലെ ഇനി നമ്മുടെ ഉള്ളിയുടെ തോലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉള്ളിയുടെ തോലിനെ നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള ഉള്ളിത്തോലിനെ അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി അങ്ങോട്ട് തിളപ്പിച്ച് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഉള്ളി ഈജിപ്ഷ്യൻ ഉള്ളി എന്തൊക്കെയാണ് കേട്ടോ, അതുകൊണ്ട് കളറ് ഭയങ്കരമാണ്. ഞാൻ വേഗം തിളയ്ക്കാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അതാ കണ്ടോ, തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേമാതിരി ചെറുതീയിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ തിളപ്പിക്കുക. ഇനി ഇത് തിളച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാറാൻ വയ്ക്കുക. ചൂടാറിയതിന് ശേഷം മാത്രം കഴുകിയാൽ മതി, ഇല്ല എങ്കിൽ പാത്രം കേടുവന്ന് പോവും. അപ്പോൾ ചൂടാറിയതിന് ശേഷം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് സ്ക്രബ് ഉപയോഗിച്ച് കഴുകുമ്പോൾ അതിലുള്ള സ്റ്റെയിൻസ് വളരെ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. അപ്പോൾ പോകുന്നുണ്ട്, കണ്ടോ, നല്ല നീറ്റായി വരുന്നുണ്ട്. നമ്മുടെ സൂപ്പർ ക്ലീനായിട്ട് നമ്മുടെ കുക്കർ. അപ്പോൾ എല്ലാവരും ഈ ട്രിക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം.